ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ലേണിംഗ് വിത്ത് എ ടീച്ചർ എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ക്ലാസ് 7 സോഷ്യൽ സയൻസ് ചാപ്റ്റർ 3 പാർട്ട് 1 ചാപ്റ്റർ 3 റെസിസ്റ്റൻസ് ആൻഡ് ദ ഫസ്റ്റ് വാർ ഓഫ് ഇൻഡിപെൻഡൻസ്, ചെറുത്തുനിൽപ്പും ഒന്നാം സ്വാതന്ത്ര്യ സമരവും ഇന്ത്യയിലെ. Thumb of the Nagodas. Nagodas were the sericulturists of Bengal. Weavers from various countries came to buy the silk they produced. നഗോഡാസ് എന്ന് പറയുന്നത് സെറികൾച്ചറിസ്റ്റ് ആയിരുന്നു, അതായത് പട്ടുനൂൽ കൃഷിക്കാർ. ബംഗാളിലുള്ള പട്ടുനൂൽ കൃഷിക്കാരായിരുന്നു നഗോഡാസ്. അവരുണ്ടാക്കുന്ന പട്ടുനൂല് തേടി വിവിധ നാടുകളിൽ നിന്ന് നെയ്ത്തുകാർ എത്തിയിരുന്നു. വെൻ ബംഗാൾ കെയിം അണ്ടർ ബ്രിട്ടീഷ് റൂൾ or under the rule of the English East India Company, the officials began to exploit the Nagodas. അതായത് നമ്മുടെ ബ്രിട്ടീഷുകാർ വന്നു കഴിഞ്ഞപ്പോൾ ബ്രിട്ടീഷുകാർ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഭരണം സ്ഥാപിച്ചതോടുകൂടി ബംഗാളിൽ കമ്പനി ഉദ്യോഗസ്ഥർ നഗോഡകളെ ചൂഷണം ചെയ്യാൻ തുടങ്ങി. They were compelled to do weaving for meager wages. They were made bonded laborers of the company, denying opportunity to seek any other means of livelihood. എന്ന് വെച്ചാൽ കുറഞ്ഞ വേതനത്തിന്, അതായത് സാലറി കുറവിന് അവരെ കൊണ്ട് നെയ്ത്ത് ജോലി ചെയ്യിപ്പിച്ചു. അതോടുകൂടി സാലറി കുറഞ്ഞതോടുകൂടി അവർക്ക് പിന്നെ ഉപജീവനത്തിന് വേറെ മാർഗങ്ങളില്ല. അങ്ങനെ അവർ കമ്പനിയുടെ സ്ഥിരം തൊഴിലാളികളായി അവരെ മാറ്റി. They were forced to live like slaves under the company. ഒരു അടിമകൾക്ക് തുല്യമായിട്ടായിരുന്നു അവരുടെ ജീവിതം കമ്പനിയിൽ. The properties were seized. അങ്ങനെ അവരുടെ വസ്തുവകകളെല്ലാം പിടിച്ചെടുത്തു. അവരെ ക്രൂരമായി മർദ്ദിച്ചു. The workers who were not willing to obey were tortured. അവരുടെ നിർദ്ദേശങ്ങൾ പാലിക്കാത്തവരെ അവർ ക്രൂരമായി മർദ്ദിച്ചു. They collectively decided to give up their traditional occupation, for it did not help them earn a living. Hence, they decided to cut off their thumbs as a protest against the policies of the East India Company. അതായത് അവരുടെ കുലത്തൊഴിലായിരുന്നു ഈ പട്ടുനൂൽ കൃഷി. അവർ ആ പട്ടുനൂൽ കൃഷി അവരെ കൊണ്ട് ചെയ്യാൻ സമ്മതിക്കാതെ വന്നു കഴിഞ്ഞപ്പോൾ അവർ ചിന്തിച്ചു അവർ ആ ജോലി ഉപേക്ഷിക്കാൻ. അവർക്ക് ആ കമ്പനിയുടെ കീഴിൽ ജോലി ചെയ്യുമ്പോൾ ക്രൂരമായ മർദ്ദനങ്ങൾ ലഭിച്ചുകൊണ്ടിരുന്നു. അതുകൊണ്ട് അവർക്ക് ജീവിതം വഴിമുട്ടിയ അവസ്ഥയിലായിരുന്നു. അപ്പോൾ അവർ കുലത്തൊഴിൽ ഉപേക്ഷിക്കാൻ തീരുമാനിച്ചു. അതിന് അവർ കണ്ടുപിടിച്ച മാർഗം എന്ന് പറയുന്നത് സ്വന്തം കയ്യിലെ പെരുവിരൽ മുറിച്ചു മാറ്റുക എന്നതായിരുന്നു. അതായിരുന്നു അവരുടെ പ്രൊട്ടസ്റ്റ് അഗെയിൻസ്റ്റ് British East India Company. You have seen the protest of the Nagodas. This was not an isolated event. The company rule adversely affected all the workers engaged in traditional occupations. There were uprisings in different parts of our country against this. അതായത് ഇപ്പം നഗോഡകളുടെ കഥ നമ്മൾ കേട്ടു. ഇതൊരു ഒറ്റപ്പെട്ട സംഭവമൊന്നും ആയിരുന്നില്ല, ബംഗാളിൽ മാത്രം സംഭവിച്ചൊരു കാര്യമൊന്നും ആയിരുന്നില്ല. എല്ലാ ട്രഡീഷണൽ ഒക്കുപ്പേഷൻസ് അല്ലെങ്കിൽ എല്ലാ പരമ്പരാഗത തൊഴിലുകളിലും ഏർപ്പെട്ടിരുന്ന എല്ലാ വിഭാഗക്കാരെയും കമ്പനിയുടെ ഈ ഭരണം വഴിമുട്ടിച്ചിരുന്നു. അവരുടെ ജീവിതം തന്നെ വഴിമുട്ടിയ അവസ്ഥയിലായിരുന്നു. അതിനെതിരെ പല രീതിയിലുള്ള അപ്രൈസിങ്സ് വന്നു, അതായത് വ്യത്യസ്ത രീതിയിലുള്ള ചെറുത്തുനിൽപ്പുകളെല്ലാം ഉയർന്നു വന്നു. ഹു വെയർ എക്സ്പ്ലോയിറ്റഡ് അണ്ടർ ദ കമ്പനി റൂൾ. ആരൊക്കെയായിരുന്നു ആ കമ്പനിയുടെ ചൂഷണങ്ങൾക്ക് ഇരയായത്? ഫാമേഴ്സ് കൃഷിക്കാർ, വീവേഴ്സ് നെയ്ത്തുകാർ, ക്രാഫ്റ്റ്സ്മെൻ കൈത്തൊഴിലുകാർ, ദെൻ ട്രൈബൽസ് ഗോത്രവർഗ്ഗക്കാർ. ഇവരൊക്കെയായിരുന്നു കമ്പനിയുടെ ചൂഷണങ്ങൾക്ക് അല്ലെങ്കിൽ എക്സ്പ്ലോയിറ്റേഷന് ഇരയായത്. നെക്സ്റ്റ്, അഗെയിൻസ്റ്റ് ദ ഫാമേഴ്സ്. വിത്ത് ദ subjugation of Bengal, the attention of the company shifted to the rich agricultural sector of the region. Their aim was to exploit the maximum resources. What were the strategies they adopted? അതായത് ആദ്യം അവർ വന്ന് ബംഗാൾ കീഴടക്കി. അങ്ങനെ ബംഗാൾ കീഴടക്കി അവിടെയുള്ള കൃഷിക്കാരെ എല്ലാം ജീവിതം വഴിമുട്ടിച്ചതിന് ശേഷം അവരുടെ അടുത്ത ശ്രദ്ധ എന്ന് പറഞ്ഞത് കാർഷിക മേഖലയിലേക്കായിരുന്നു, അഗ്രികൾച്ചറൽ സെക്ടറിലേക്ക്. അങ്ങനെ ഈ മേഖലയിൽ നിന്ന്, ആ അഗ്രികൾച്ചറൽ സെക്ടറിൽ നിന്ന് മാക്സിമം സമ്പത്ത് കൊള്ളയടിക്കുക എന്നതായിരുന്നു അവരുടെ ലക്ഷ്യം. അതിനായിട്ട് അവരെന്തൊക്കെ ചെയ്തു? കർഷകരിൽ നിന്ന് ഈ കാർഷിക സമ്പത്ത് കൊള്ളയടിക്കാൻ വേണ്ടി അവരെന്തെല്ലാമാണ് ചെയ്തത്? ലെവീഡ് ഹെവി ടാക്സസ് ഓൺ ഫാമേഴ്സ്.
അതായത് കൃഷിക്കാരുടെ മേൽ അമിതമായിട്ടുള്ള നികുതി ടാക്സ് അടിച്ചേൽപ്പിച്ചു. നോ ടാക്സ് കൺസെഷൻസ് വെർ സാങ്ഷൻഡ് ഈവൻ വെൻ ഡ്രോട്ട് ആൻഡ് ഫ്ലഡ് ഡിസ്ട്രോയ്ഡ് ദ അഗ്രികൾച്ചർ. വരൾച്ചയോ വെള്ളപ്പൊക്കമോ എന്ത് തന്നെ ഉണ്ടായിട്ട് കൃഷി നശിച്ചാലും നികുതി ഇളവുകളൊന്നും കൊടുത്തില്ല. ടാക്സിൽ ഒരു കൺസെഷനും അവർ കൊടുത്തില്ല. മിഡിൽമെൻ ഓർ സമീന്ദാസ് വെർ അസൈൻഡ് ടു ദ ഡ്യൂട്ടി ഓഫ് കളക്ടിങ് ടാക്സ്. ഈ ടാക്സ് പിരിക്കാൻ വേണ്ടി അവർ നേരിട്ടല്ല വന്നത്, അവർ ഇടനിലക്കാരെ ഏർപ്പെടുത്തിയിരുന്നു. ആ ഇടനിലക്കാരെ പറയുന്ന പേരാണ് സമീന്ദാഴ്സ്. ഇമ്പോസ്ഡ് ദ കണ്ടീഷൻ that the tax was to be paid in the form of cash. നികുതി പണമായിട്ട് തന്നെ നൽകണമെന്ന് വ്യവസ്ഥ കൊണ്ടുവന്നു. നികുതി പണമായിട്ട് നൽകാൻ അന്നത്തെ കാലത്ത് ഒരു ജനങ്ങളുടെയും കയ്യിൽ പണമായിട്ട് ഉണ്ടാവില്ല. കാരണം അന്ന് നമ്മൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടാവും ബാർട്ടർ സിസ്റ്റം എന്ന് പറയുന്നത്. അതായത് സാധനങ്ങൾ കൊടുത്ത് സാധനങ്ങൾ വാങ്ങുന്ന ഒരു സിസ്റ്റമായിരുന്നു പണ്ട് കാലത്ത്. അപ്പോൾ തേങ്ങ കൊടുത്ത് അരി വാങ്ങുക, അങ്ങനെ സാധനങ്ങൾ കൊടുത്ത് സാധനങ്ങൾ വാങ്ങുക. പക്ഷെ പണമായിട്ട് ആരുടെയും കയ്യിലുണ്ടാവില്ല. പക്ഷേ ബ്രിട്ടീഷുകാർ വന്നതോടുകൂടി ഈ ടാക്സ് എന്ന് പറയുന്നത് നികുതി പണമായിട്ട് തന്നെ കൊടുക്കണമെന്നുള്ള വ്യവസ്ഥ കൊണ്ടുവന്നു. ദ ഫാമേഴ്സ് ഹാഡ് ടു ഡിപ്പെൻഡ് ഓൺ സാഹൂസ്, ദ പ്രൈവറ്റ് മണി ലെൻഡേഴ്സ്, ഫോർ ലോൺസ് അറ്റ് എ ഹൈ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്. അപ്പോൾ പണത്തിന് വേണ്ടിയിട്ട് പണമായിട്ട് തന്നെ നികുതി കൊടുക്കണമല്ലോ. അപ്പോൾ പണത്തിന് വേണ്ടി കർഷകർ പണം പലിശയ്ക്ക് കൊടുക്കുന്ന ആളുകളെ ആശ്രയിച്ചു. പണം പലിശയ്ക്ക് കൊടുക്കുന്നവരെ പറയുന്ന പേര് സാഹൂസ് എന്നാണ്. സാഹൂക്കാർ എന്നാണ് പണം പലിശയ്ക്ക് കൊടുക്കുന്ന പ്രൈവറ്റ് മണി ലെൻഡേഴ്സിനെ പറയുന്ന പേര്. അവർ ഹൈ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്, ഒരുപാട് പലിശ വാങ്ങുന്ന പണത്തിന് ഈടാക്കിയിരുന്നു. അങ്ങനെ പലിശ കൂടി കഴിയുമ്പോൾ അവർക്ക് അവരുടെ സ്വന്തം സ്ഥലം നഷ്ടപ്പെടും. അങ്ങനെയാണ് അവർ ബ്രിട്ടീഷുകാർ കർഷകരുടെ അഗ്രികൾച്ചറൽ സെക്ടർ പിടിച്ചെടുത്തത്. The company identified that the fertile fields of Bengal were much favorable for growing the commercial crops like cotton, jute and indigo. ബംഗാളിലെ മണ്ണ് എന്ന് പറയുന്നത് ഫുഡ് ഐറ്റംസ് അല്ലെങ്കിൽ ഫുഡ് ക്രോപ്സ് മാത്രം കൃഷി ചെയ്തുകൊണ്ടിരുന്ന ഒരു മണ്ണായിരുന്നു. ആ മണ്ണിൽ ഈ കമ്പനിക്കാർ കണ്ടുപിടിച്ചു, ആ മണ്ണിൽ പരുത്തി, ചണം, നീലം, അതായത് പരുത്തി മീൻസ് കോട്ടൺ, നീലം എന്ന് വെച്ചാൽ ഇൻഡിഗോ, ദെൻ ജൂട്ട്, ചണം. ഇൻഡിഗോ എന്ന് പറയുന്നത് അല്ലെങ്കിൽ നീലം എന്ന് പറയുന്നത് വസ്ത്രത്തിന് കളർ കൊടുക്കുന്ന ഒരു വസ്തുവാണ്. ഇതെല്ലാം കൊമേഴ്ഷ്യൽ ക്രോപ്സ് ആണ്, നമുക്ക് പണം തരുന്ന വസ്തുക്കളാണ്. അങ്ങനെയുള്ള ക്രോപ്സ് എല്ലാം അവിടെ കൃഷി ചെയ്യാം എന്ന് അവർ കണ്ടുപിടിച്ചു. ദീസ് വെയർ ദ മേജർ റോ മെറ്റീരിയൽസ് ഫോർ ദ ഇൻഡസ്ട്രീസ് ഇൻ ഇംഗ്ലണ്ട്. അപ്പോൾ ഏറ്റവും മെയിൻ പോയിന്റ് എന്ന് പറയുന്നത് എന്താ, ഈ കാര്യങ്ങൾ, ഈ 3 സാധനങ്ങളും ഇംഗ്ലണ്ടിലെ വ്യവസായങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള റോ മെറ്റീരിയൽസ് അല്ലെങ്കിൽ അസംസ്കൃത വസ്തുക്കളായിരുന്നു ഈ കോട്ടൺ, ജൂട്ട്, ഇൻഡിഗോ. അങ്ങനെ അവർ അവിടുത്തെ കൃഷിക്കാരെ കൊണ്ട് നിർബന്ധിപ്പിച്ച് ഇങ്ങനെയുള്ള വസ്തുക്കൾ കൃഷി ചെയ്യിപ്പിക്കാൻ ആരംഭിച്ചു. കോൺസിക്വൻ്റ്ലി ദേ ഡിസൈഡഡ് ടു എക്സ്പാൻഡ് ഇറ്റ്സ് കൾട്ടിവേഷൻ ആൻഡ് ഫോഴ്സ്ഡ് ദ ഫാർമേഴ്സ് ടു ഡു സോ. അങ്ങനെ ഇതിൻ്റെ എല്ലാം കൃഷി വ്യാപിപ്പിച്ച് അതിനായിട്ട് അവർ കർഷകരെ നിർബന്ധിച്ചു. ദ ഫീൽഡ്സ് ദാറ്റ് വെർ യൂസ്ഡ് ഓൺലി ഫോർ ദ കൾട്ടിവേഷൻ ഓഫ് ഫുഡ് ക്രോപ്സ് ചേഞ്ച്ഡ് ഇൻ ടു ദ പ്ലാന്റേഷൻസ് ഓഫ് കോട്ടൺ, ജൂട്ട് ആൻഡ് ഇൻഡിഗോ. ഫുഡ് ക്രോപ്സ് മാത്രം കൃഷി ചെയ്തിരുന്ന കൃഷിയിടങ്ങൾ അവർ പരുത്തിയുടെയും ചണത്തിൻ്റെയും നീലത്തിൻ്റെയും തോട്ടങ്ങളാക്കി മാറ്റി. ആസ് എ റിസൾട്ട് ഫാമേഴ്സ് ബിക്കെയിം ലാൻഡ്ലെസ് ആൻഡ് വെയർ ഫോഴ്സ്ഡ് ടു ബിക്കെയിം ലേബേഴ്സ്. അപ്പോൾ ഈ കൃഷിയിടങ്ങളുടെ ടാക്സ് കൊടുക്കാൻ പറ്റാതെ വരുമ്പോൾ ഈ കൃഷിയിടങ്ങളെല്ലാം ഇവർക്ക് നഷ്ടപ്പെട്ടു. അതെല്ലാം കമ്പനിയുടെ പേരിലായി. അവർ അവിടുത്തെ തൊഴിലാളികളായി മാറുകയും ചെയ്തു. ദെൻ നെക്സ്റ്റ് പോയിൻ്റ്, എഗെയിൻസ്റ്റ് ദ ട്രൈബൽസ്. പിന്നെ അവർ പോയത് ട്രൈബൽസിൻ്റെ അടുത്തേക്കാണ്. ദ ഇൻട്രൂഷൻ ഓഫ് ദ കമ്പനി വാസ് നോട്ട് ലിമിറ്റഡ് ടു ദ അഗ്രികൾച്ചറൽ സെക്ടർ. അതായത് ഈ കമ്പനിയുടെ ഇടപെടൽ കാർഷിക മേഖലയിൽ മാത്രം ഒതുങ്ങി നിന്നില്ല. ദേ ഫ്രെയിംഡ് സെവറൽ ലോസ് ടു എക്സ്പ്ലോയിറ്റ് ദ ഫോറസ്റ്റ് റിസോഴ്സസ്. അവർ ഒരുപാട് വന നിയമങ്ങൾ കൊണ്ടുവന്നു, ഫോറസ്റ്റ് കൂടി കൊള്ളയടിക്കാൻ വേണ്ടിയിട്ട്, നമ്മുടെ വനസമ്പത്ത് കൂടി കൊള്ളയടിക്കാൻ വേണ്ടി അവർ വന നിയമങ്ങൾ കൊണ്ടുവന്നു. ദീസ് ലോസ് ഗേവ് ദ കമ്പനി അബ്സല്യൂട്ട് കൺട്രോൾ ഓവർ ദ ഫോറസ്റ്റ്. അങ്ങനെ നിയമങ്ങൾ കൊണ്ടുവന്നപ്പോൾ കമ്പനിക്ക് ശരിക്കും ഒരു അബ്സല്യൂട്ട് കൺട്രോളായി. ആ വനത്തിൻ്റെ അധീനത പൂർണ്ണമായും കമ്പനിയുടെ പേരിലായി. ദിസ് ഡിസ്റ്റർബ് ദ കളക്ഷൻ ഓഫ് ഫോറസ്റ്റ് പ്രോഡക്ട്സ് ആൻഡ് അഡ്വേഴ്സ്ലി അഫക്റ്റഡ് ദ ട്രൈബൽസ് ട്രഡീഷണൽ ഫാമിംഗ്.
നമുക്കറിയാം വനങ്ങളിൽ താമസിക്കുന്ന ആദിവാസികൾ, ട്രൈബൽസ് ഒരുപാടുള്ള നാടാണ് ഇന്ത്യ. കേരളത്തിൽ തന്നെ വയനാട്ടിലൊക്കെ ആദിവാസികളുണ്ട്, ഗോത്രജനത. അപ്പോൾ അവരെന്ന് പറയുന്നത് ആ ഒരു വനത്തെ മാത്രം ആശ്രയിച്ച്, വനവിഭവങ്ങളെ മാത്രം ആശ്രയിച്ച് ജീവിക്കുന്ന ആളുകളാണ്. അപ്പോൾ അവരുടെ ഈ ഫോറസ്റ്റ് നിയമങ്ങൾ കൊണ്ടുവന്നതോടുകൂടി അവരുടെ വന നിയമങ്ങൾ വന സമ്പത്ത് നഷ്ടപ്പെടാൻ തുടങ്ങി. അവർക്ക് വനത്തിൽ ജീവിക്കാൻ പറ്റാത്ത ഒരവസ്ഥയായി മാറി. The tribal habitat was rich in mineral deposits, and to exploit these, the British constructed roads and railways to these regions. These measures intensified the miseries of the tribals. അതായത് ഗോത്രജനത ജീവിച്ചിരുന്ന ആ ഒരു ആവാസ വ്യവസ്ഥ എന്ന് പറയുന്നത് മിനറൽ ഡെപ്പോസിറ്റ്സ് ഒരുപാടുള്ള സ്ഥലങ്ങളായിരുന്നു, ധാതു നിക്ഷേപങ്ങൾ ഒരുപാടുള്ള സ്ഥലങ്ങളായിരുന്നു. ഇവ ചൂഷണം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് റോഡ്, റെയിൽ സൗകര്യങ്ങളെല്ലാം വർദ്ധിപ്പിച്ചു. റോഡും റെയിലും കൊണ്ടുവന്നത് നമ്മുടെ നന്മയ്ക്ക് വേണ്ടിയിട്ടല്ല, അവർക്ക് അവരുടെ ഇവിടുന്ന് സാധനങ്ങൾ ലണ്ടനിലേക്ക്, ഇംഗ്ലണ്ടിലേക്ക് എക്സ്പോർട്ടിന് എളുപ്പമാകാൻ വേണ്ടി, ഈസിനെസ്സിന് വേണ്ടിയിട്ടാണ് ഈ റോഡ്, റെയിൽ സൗകര്യങ്ങളെല്ലാം വർദ്ധിപ്പിച്ചത്. ഇങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ ഗോത്രജനതയുടെ ജീവിതം വളരെയധികം ബുദ്ധിമുട്ടിലായി മാറി. ദെൻ നെക്സ്റ്റ്, ദ ബിഗിനിങ് ഓഫ് റെയിൽവേസ്. ഇന്ത്യൻ റെയിൽവേ ആരംഭിക്കുന്നത് 16th April 1853 ദ ഇന്ത്യൻ റെയിൽവേസ് വാസ് ലോഞ്ച്ഡ് ഓൺ 16th April 1853, 1853. ദ ഫസ്റ്റ് ട്രെയിൻ ഫ്രം ബോംബെ ടു താനെ. ഇപ്പോൾ മുംബൈ എന്നാണ് അറിയപ്പെടുന്നത്, പണ്ട് ബോംബെ എന്നാണ് അറിയപ്പെട്ടിരുന്നത്. ഫസ്റ്റ് ട്രെയിൻ ബോംബെ ടു താനെ ആയിരുന്നു. ഫ്ലാഗ്ഡ് ഓഫ് അറ്റ് 3:35 PM ഓൺ ദാറ്റ് ഡേ. 16-ാം തീയതി 3:35 PM ഫ്ലാഗ് ഓഫ് ചെയ്തത്. ദ ട്രെയിൻ ഹാഡ് 14 കോച്ചസ് ദാറ്റ് ക്യാരിഡ് 400 പാസഞ്ചേഴ്സ്. ആ ട്രെയിനിൽ 14 കോച്ചുകൾ ഉണ്ടായിരുന്നു, 400 യാത്രക്കാരും ഉണ്ടായിരുന്നു. ദെൻ ഓൺ March 1861 ദ ഫസ്റ്റ് ട്രെയിൻ ഇൻ കേരള റാൻ ഫ്രം തിരൂർ ടു ബേപ്പൂർ. 1861 മാർച്ചിൽ കേരളത്തിൽ ഫസ്റ്റ് ട്രെയിൻ ഓടിയത്. എവിടെ മുതൽ എവിടം വരെ? തിരൂർ ടു ബേപ്പൂർ. Then against the weavers, you know that cotton cultivation became widespread in India during the company rule, don't you? However, the handloom industry in India declined. Let us examine the reasons. അപ്പം നമ്മൾ പറഞ്ഞു, കമ്പനി ഭരണകാലത്ത് പരുത്തി കൃഷി ഇന്ത്യയിൽ വ്യാപകമായി എന്ന് പറഞ്ഞു. പക്ഷേ നമ്മുടെ കോട്ടൺ ഇൻഡസ്ട്രി അല്ലെങ്കിൽ ഹാൻഡ്ലൂം ഇൻഡസ്ട്രി ഒരുപാട് താഴേക്ക് പോയി. എന്തുകൊണ്ടാണ്? കോട്ടൺ കൾട്ടിവേഷൻ കൂടുമ്പോൾ ഹാൻഡ്ലൂം കൾട്ടിവേഷൻ എന്തുകൊണ്ട് താഴേക്ക് പോയി? അതിൻ്റെ കാരണങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ദ ലാർജ് സ്കെയിൽ എക്സ്പോർട്ട് ഓഫ് കോട്ടൺ, ദ റോ മെറ്റീരിയൽ ഓഫ് ഹാൻഡ്ലൂം ഇൻഡസ്ട്രി ടു ബ്രിട്ടൻ. ഹാൻഡ്ലൂം ഇൻഡസ്ട്രിക്ക്, അതായത് കൈത്തറി മേഖലയ്ക്ക് വേണ്ട ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റോ മെറ്റീരിയലാണ് കോട്ടൺ. അത് ഇവരെന്ത് ചെയ്യും? ഇവിടെ നിന്ന് ഇംഗ്ലണ്ടിലേക്ക് എക്സ്പോർട്ട് ചെയ്യും, കയറ്റി അയക്കും. അപ്പോൾ നമുക്കിവിടെ നമ്മുടെ ഹാൻഡ്ലൂം ഇൻഡസ്ട്രി ഒരുപാട് തകർച്ചയിലേക്ക് പോയിക്കൊണ്ടിരുന്നു. ദ ലാർജ് സ്കെയിൽ ഇമ്പോർട്ട് ഓഫ് ചീപ്പ് ടെക്സ്റ്റൈൽസ് മാനുഫാക്ചർഡ് ഇൻ ദ ബ്രിട്ടീഷ് ഫാക്ടറീസ്. എന്നിട്ട് അവിടെ യന്ത്രനിർമ്മിതങ്ങളായ വില കുറഞ്ഞ തുണിത്തരങ്ങൾ ഇന്ത്യയിലേക്ക് വൻതോതിൽ ഇറക്കുമതി ചെയ്യാൻ തുടങ്ങി. എക്സസീവ് ടാക്സസ് വെർ ലെവീഡ് ഓൺ ക്ലോത്ത്സ് മെയ്ഡ് ഇൻ ഇന്ത്യ. മെയ്ഡ് ഇൻ ഇന്ത്യ ആയിട്ടുള്ള ക്ലോത്തുകൾക്കെല്ലാം അവർ ഒരുപാട് ടാക്സ് ഏർപ്പാടാക്കാൻ തുടങ്ങി. അതോടുകൂടി ഇന്ത്യൻ ഹാൻഡ്ലൂം ഇൻഡസ്ട്രി തകർച്ചയിലേക്ക് പോയി തുടങ്ങി. ദീസ് ഫാക്ടേഴ്സ് റെൻഡേർഡ് തൗസൻഡ്സ് ഓഫ് ഇന്ത്യൻ വീവേഴ്സ് ജോബ്ലെസ്. അതോടുകൂടി കൈത്തറി മേഖലയിൽ ഒരുപാട് തൊഴിലാളികൾക്ക് തൊഴിൽ നഷ്ടപ്പെട്ടു. The uprisings. You have identified the major occupational groups who lost their livelihood as a result of the company rule, haven't you? These people started rebellions against the company and zamindars, the middlemen of the company. Though well not organized, the resistance against the company became common in different parts of the country. കമ്പനിയുടെ ഭരണത്തിൻ്റെ ഫലമായി ഉപജീവന മാർഗങ്ങളില്ലാതായ പല വിഭാഗങ്ങളുണ്ട്. ഈ ജനവിഭാഗങ്ങളെല്ലാം കമ്പനിക്കെതിരെയും അവരുടെ ഇടനിലക്കാരായ സമീന്ദാഴ്സിനെതിരെയും കലാപങ്ങൾക്ക് തുടക്കമിട്ടു. ഈ കമ്പനിയുടെയും ജനങ്ങളുടെയും ഇടനിലക്കാരായിരുന്നു സമീന്ദാർമാർ. ഓർഗനൈസ്ഡ് അല്ലായിരുന്നു, സംഘടിത സ്വഭാവം ഇല്ലായിരുന്നു. ഇന്ത്യയുടെ വിവിധ പ്രദേശങ്ങളിൽ ഇങ്ങനെയുള്ള ചെറുത്തുനിൽപ്പുകളെല്ലാം ഉണ്ടായിരുന്നു, ചെറിയ രീതിയിലുള്ള ചെറുത്തുനിൽപ്പുകൾ. അവർക്കൊന്നും ഒരു സംഘടനയുടെ സ്വഭാവം ഉണ്ടായിരുന്നില്ല. പെസന്റ് റിവോൾട്ട്സ് സ്റ്റാർട്ടഡ് അറ്റ് ദ വെരി ബിഗിനിങ് ഓഫ് ദ കമ്പനി റൂൾ. കമ്പനി ഭരണം സ്ഥാപിച്ചതോടുകൂടി തന്നെ കാർഷിക കലാപങ്ങളും ആരംഭിച്ചു.
18-ാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തിൽ ബംഗാളിൽ നടന്ന സന്യാസി കലാപവും ഫക്കീർ കലാപവും എല്ലാം ഇങ്ങനെയുള്ള ചെറുത്തുനിൽപ്പുകൾക്ക് തെളിവാണ്. In the 19th century, several rebellions broke out in Malabar. It was led by the Mappila tenants and are known as the Mappila rebellions. 19-ാം നൂറ്റാണ്ടിലാണ് കേരളത്തിലെ മലബാറിൽ കലാപങ്ങൾ പൊട്ടിപ്പുറപ്പെട്ടത്. അപ്പോൾ അവിടെയുള്ള മാപ്പിളമാരായിരുന്നു ഈ കലാപങ്ങൾക്ക് നേതൃത്വം കൊടുത്തത്. ഈ കലാപങ്ങളെയാണ് മാപ്പിള കലാപങ്ങൾ എന്ന് വിളിക്കുന്നത്. Similar uprisings burst out in Bengal and were known as Faraisi rebellions. Besides the peasants, the tribals also rose in revolt against the company. അപ്പോൾ ഈ കാലയളവിൽ തന്നെ ബംഗാളിലും സമാന സ്വഭാവത്തിലുള്ള കലാപങ്ങൾ പുറപ്പെട്ടു. ഇതിനെല്ലാം പറയുന്ന പേര് ഫറാസി കലാപങ്ങൾ എന്നാണ്, അല്ലെങ്കിൽ ഫറാസി റെബലിയൻസ് എന്നാണ്. അതിന് പുറമെ ഗോത്രവർഗ്ഗക്കാരും കമ്പനിക്കെതിരെ കലാപത്തിൽ ഏർപ്പെട്ടു. അപ്പോൾ ഗോത്രവർഗ്ഗക്കാരുടെ കലാപങ്ങളെ പറ്റിയാണ് താഴെ പറഞ്ഞിട്ടുള്ളത്. മേജർ ട്രൈബൽ ഗ്രൂപ്പ്സ് ദാറ്റ് ഓർഗനൈസ്ഡ് റെബലിയൻസ്. ഭീൽസ് ഇൻ മറാത്ത, അതായത് മറാത്തയിലെ ഭീലുകൾ. കോഹ്ലീസ് ഇൻ അഹമ്മദ് നഗറിലെ കോലികൾ. ദ കോൾസ് ഇൻ ചോട്ടാനാഗ്പൂരിലെ കോളുകൾ. സന്താൾസ് ഇൻ രാജ്മഹൽ ഹിൽസ്, രാജ്മഹൽ കുന്നിലെ സന്താൾമാർ. ദെൻ കുർച്യാസ് ഇൻ വയനാട്ടിലെ കുറിച്യ വർഗ്ഗക്കാർ. ഇത്രയുമായിരുന്നു മേജർ ട്രൈബൽ ഗ്രൂപ്പ്സ് ഓർഗനൈസ്ഡ് റെബലിയൻസ്. നെക്സ്റ്റ്, സന്താൾ റെബലിയൻ. ദ സന്താൾസ് വെർ ദ ഇൻഹാബിറ്റൻസ് ഓഫ് ദ രാജ്മഹൽ ഹിൽസ് ഇൻ ദ ബംഗാൾ പ്രൊവിൻസ്. സന്താൾസ് എന്ന് പറയുന്നത് ബംഗാളിലെ രാജ്മഹൽ കുന്നുകളിൽ വസിച്ചിരുന്ന ഒരു ഗോത്ര ജനതയായിരുന്നു സന്താൾ. ദ സന്താൾ റെബലിയൻ വാസ് ദ റിസൾട്ട് ഓഫ് എക്സ്പ്ലോയിറ്റേഷൻ ദേ ഫേസ്ഡ് ഫ്രം ദ കമ്പനി ഒഫീഷ്യൽസ് ആൻഡ് മണി ലെൻഡേഴ്സ്. ഈ സന്താൾമാർ ഒരു റെബലിയനിലേക്ക് വരാൻ കാരണമെന്ന് പറയുന്നത് അവരെ കമ്പനിക്കാരുടെ ചൂഷണത്തിന് ഇരയാക്കിയിരുന്നു. പിന്നെ കൊള്ളപ്പലിശക്കാരുടെയും കമ്പനി ഉദ്യോഗസ്ഥന്മാരുടെയും ചൂഷണത്തിന് ഇരയാക്കിയത് കൊണ്ടാണ് ഗോത്രജനതയായ സന്താൾമാർ കലാപങ്ങൾക്ക് ഇറങ്ങിത്തുടങ്ങിയത്. അവർ രാജ്മഹൽ കുന്നുകളിലായിരുന്നു അവർ വസിച്ചിരുന്നത്. ദ രാജ്മഹൽ ഹിൽസ് വിറ്റ്നസ്ഡ് ദ സാക്രിഫൈസ് ഓഫ് മോർ ദാൻ 15,000 സാന്താൾസ് ഇൻ ദിസ് റെബലിയൻ. ഇറ്റ് വാസ് അണ്ടർ ദ ലീഡർഷിപ്പ് ഓഫ് സിദ്ധു ആൻഡ് കൻഹു. അതായത് രാജ്മഹൽ കുന്നുകളിൽ ഉണ്ടായിരുന്ന ഈ കലാപത്തിൽ 15,000-ത്തിലധികം സന്താൾമാരാണ് ജീവൻ ബലിയർപ്പിച്ചത്. ഈ കലാപത്തിന് നേതൃത്വം കൊടുത്ത 2 പേരാണ് സിദ്ധുവും കൻഹുവും. സന്താൾ കലാപത്തിന് നേതൃത്വം കൊടുത്ത 2 പേരാണ് സിദ്ധുവും കൻഹുവും. The kings and chieftains who lost their power were another group that led rebellions. Some of them are Raja Chet Singh of Awadh, Veerapandya Kattabomman of Tirunelveli, Maruthu Pandyan of Shivaganga, Parshiraja of Malabar, Kittur Chennamma of Karnataka, Veluthambi Dalva of Travancore, പാലിയത്തച്ചൻ ഓഫ് കൊച്ചി. അതായത് അധികാരം നഷ്ടപ്പെട്ട ഒരുപാട് നാട്ടുരാജാക്കന്മാരും ഭൂപ്രഭുക്കന്മാരും ഉണ്ടായിരുന്നു. കേരളത്തിലും ഉണ്ടായിരുന്നു അധികാരം നഷ്ടപ്പെട്ട നാട്ടുരാജ്യങ്ങൾ ബ്രിട്ടീഷുകാർ വന്നതോടുകൂടി. അപ്പോൾ അങ്ങനെയുള്ള നാട്ടുരാജാക്കന്മാരും ഭൂപ്രഭുക്കന്മാരും കൂടി ഇങ്ങനെയുള്ള കലാപങ്ങൾക്ക് നേതൃത്വം കൊടുത്തു. അവരുടെ പേരാണ് താഴെ പറയുന്നത്. ഔദിലെ രാജ ചേത് സിംഗ്, തിരുനെൽവേലിയിലെ വീരപാണ്ഡ്യ കട്ടബൊമ്മൻ, ശിവഗംഗയിലെ മരുതു പാണ്ഡ്യൻ, മലബാറിലെ പഴശ്ശിരാജ, കർണാടകയിലെ കിട്ടൂർ ചെന്നമ്മ, തിരുവിതാംകൂറിലെ വേലുത്തമ്പി, കൊച്ചിയിലെ പാലിയത്തച്ചൻ. ഇങ്ങനെയുള്ളവരാണ് നാട്ടുരാജാക്കന്മാർ അല്ലെങ്കിൽ ഭൂപ്രമുഖന്മാർ, കലാപത്തിന് നേതൃത്വം കൊടുത്ത ഭൂപ്രഭുക്കന്മാർ. ഓക്കെ, ദ നെക്സ്റ്റ് പാർട്ട് ഈസ് റെബലിയൻസ് ഇൻ കേരള. അത് നെക്സ്റ്റ് പാർട്ടിൽ ഉൾപ്പെടുത്താം. എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. എന്തെങ്കിലും ഡൗട്ടുള്ളവർ കമൻറ്റ് സെക്ഷനിൽ ഇടുക. ഓക്കെ, താങ്ക് യു.